ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മളെല്ലാവരും ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. എന്താണെന്നല്ലേ, നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന നുണകളെക്കുറിച്ച്. അതെ, സെൽഫ് ഡിസെപ്ഷൻ. ഇത് കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കില്ല. എന്നാലും പറയാം, ഒരു സാധാരണ മനുഷ്യന്റെ തലച്ചോറ് ഒരു ദിവസം ഏകദേശം 200 നുണകളാണ് പറയുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണക്കല്ലേ ഇത്? പക്ഷേ അതിലും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്നറിയോ? അതെ, ആ നുണകളിൽ ഭൂരിഭാഗവും നമ്മൾ പറയുന്നത് വേറെ ആരോടുമല്ല, നമ്മളോട് തന്നെയാണ്. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ നുണകൾ കേൾക്കുന്നതും അത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നതും. ഇനി ഇത് കേട്ടിട്ട് അയ്യോ ഞാനൊരു മോശം ആളാണല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇതൊരു ധാർമ്മികമായ പിഴവൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സർവൈവൽ ഫീച്ചറാണ്. നമ്മുടെ ബ്രെയിൻ ഈ സ്വയം വഞ്ചനയുടെ കാര്യത്തിൽ ഒരു എക്സ്പേർട്ടാണ്. നമ്മൾക്ക് ചിന്തിച്ചെത്താൻ പറ്റുന്നതിലും എത്രയോ വേഗത്തിൽ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ് പോലെ ഇത് നടക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത കഥാപാത്രങ്ങൾ നമ്മൾ തന്നെയാണ്. അപ്പോ എന്തിനാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചെയ്യുന്നത്? നമുക്കിങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു PR ടീമുണ്ട്. അവരുടെ ഒരേ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കഠിനമായ സത്യങ്ങളെക്കാൾ നമുക്കിഷ്ടപ്പെടുന്ന സൗകര്യപ്രദമായ കെട്ടുകഥകൾ ഉണ്ടാക്കി നമ്മളെ വിശ്വസിപ്പിക്കുക എന്നതാണ്. ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഇത് നമ്മുടെ ഒരു കുറവായിട്ട് കാണേണ്ട കാര്യമില്ല. മറിച്ച് ഇതൊരു ഫീച്ചറാണ്, മനുഷ്യന്റെ തലച്ചോറിന് കിട്ടിയിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ മെക്കാനിസം. സൈക്കോളജിയിൽ ഇതിനൊരു ഫാൻസി പേരുണ്ട്, കോഗ്നിറ്റീവ് ഡിസോണൻസ്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നു, അല്ലേ? പെട്ടെന്നൊരു ദിവസം ആ വിശ്വാസത്തിന് എതിരായൊരു സത്യം നമ്മുടെ മുന്നിൽ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ നമ്മൾ ആ സത്യം അംഗീകരിക്കണം. പക്ഷെ നമ്മുടെ ബ്രെയിൻ അങ്ങനെയല്ല. അത് ആ സത്യത്തെ അങ്ങ് അവഗണിക്കും. എന്നിട്ട് നമ്മുടെ പഴയ വിശ്വാസത്തിന് ചേർന്ന രീതിയിൽ ആ യാഥാർത്ഥ്യത്തെ അങ്ങ് വഴച്ചൊടിക്കും. അതായത് തെറ്റ് സമ്മതിക്കുന്നതിനേക്കാൾ എളുപ്പം കഥ മാറ്റി എഴുതുന്നതാണ് ബ്രെയിനിന്. ശരി, ഇനി നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ചില നുണകൾ നോക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യോ ഇത് ഞാൻ തന്നെയാണല്ലോ എന്ന്. ഇതിൽ ആദ്യത്തേതാണ് നാളെയുടെ കെണി. നമ്മളിൽ മിക്കവരും ഇതിൽ വീണുപോകാറുണ്ട്. അതായത് ഇന്നത്തെ നമ്മൾ വളരെ സാധാരണക്കാരാണ്, മടിയന്മാരാണ്. പക്ഷെ നാളത്തെ നമ്മൾ ഒരു സൂപ്പർ ഹീറോ ആണ്. നാളത്തെ നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേൽക്കാനും ജിമ്മിൽ പോവാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ അപാരമായ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ആ നാളത്തെ നിങ്ങളിലേക്ക് മാറ്റിവെക്കും. അടുത്തത് നമ്മുടെ കംഫർട്ട് സോൺ. സത്യത്തിൽ അതൊരു തടവറയാണ്. ആ തടവറയുടെ ചുവരുകൾ നമ്മൾ തന്നെ പണിതതാണ്. എങ്ങനെയെന്നല്ലേ? എന്നെക്കൊണ്ട് അതിന് പറ്റില്ല, ഞാൻ അതിൽ മോശമാണ് തുടങ്ങിയ നുണകൾ കൊണ്ടാണ് ആ ചുവരുകൾ പണിതിരിക്കുന്നത്. സത്യത്തിൽ ഇതാണെനിക്ക് സുഖം എന്നതിനേക്കാൾ ഇതാണെനിക്ക് പരിചയം എന്നതിനെയാണ് നമ്മൾ കംഫർട്ട് സോൺ എന്ന് വിളിക്കുന്നത്. ഇതിനെ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയും. വളരെ രസകരമായ ഒരു കാര്യമാണിത്. ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചു മാത്രം അറിയാവുന്നവർക്ക് അതിൽ ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. പക്ഷേ അതേ വിഷയത്തിൽ ഒരുപാട് അറിവുള്ള ഒരു വിദഗ്ധന് ചിലപ്പോൾ സംശയങ്ങളായിരിക്കും കൂടുതൽ. അതായത് എനിക്കെല്ലാം അറിയാമെന്ന് നമ്മൾ പറയുമ്പോൾ മിക്കവാറും നമുക്ക് ഒന്നും അറിയില്ല എന്നതിന്റെ ലക്ഷണമാണത്. ഈ കണക്ക് കണ്ടോ? 2.5 മണിക്കൂർ. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയമാണിത്. അപ്പോ ഇത്രയും സമയം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന നുണ എന്താണെന്നറിയാമോ? അതെ, എനിക്ക് ഒന്നിനും സമയമില്ല. ഇതാണ് ആ വലിയ നുണ. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് സമയമില്ലായ്മയുടെ പ്രശ്നമല്ല, മുൻഗണനയുടെ പ്രശ്നമാണ്. നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിനായി നമ്മൾ സമയം കണ്ടെത്തും. അത്രയുള്ളൂ. ശരി, അപ്പൊ ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി പരിഹാരങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ കളിപ്പിക്കുന്ന ഈ തട്ടിപ്പുകാരനെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ നേരിടാം എന്ന് നോക്കാം. 2 സിമ്പിൾ ടെക്നിക്കുകളുണ്ട്. ഒന്നാമത്തേത് 5 സെക്കൻഡ് പോസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഒരു 5 സെക്കൻഡ് ഒന്നും മിണ്ടാതെ നിൽക്കുക. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിലെ നുണ ഒച്ചവെക്കുന്നതിനു മുൻപ് സത്യം പതിയെ തലപൊക്കും. ഇനി രണ്ടാമത്തേത് റിയാലിറ്റി ചെക്ക് പോയിന്റ്. നിങ്ങളുടെ ഫോണിൽ ഒരു അലാറം സെറ്റ് ചെയ്യുക. അതടിക്കുമ്പോൾ ആ നിമിഷം തന്നെ സ്വയം ചോദിക്കുക, ഞാനിപ്പോ എന്നോട് തന്നെ എന്ത് നുണയാണ് പറയുന്നത്? സൂപ്പർമാന്റെ ശക്തി കുറയ്ക്കുന്ന ക്രിപ്റ്റോനൈറ്റ് പോലെയാണ് സ്വയം വഞ്ചനയ്ക്ക് ഉത്തരവാദിത്വം. അതായത് നമ്മുടെ തലച്ചോറിന് നമ്മളെ തന്നെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്.
പക്ഷെ മറ്റൊരാളോട് കണക്ക് ബോധിപ്പിക്കാൻ കുറച്ചു പാടാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ ഒരു സുഹൃത്തിനെ ചുമതലപ്പെടുത്തുകയോ ചെയ്താൽ ഈ ശീലം മാറ്റിയെടുക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി നമുക്ക് ഈ വിഷയത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാം. ഈ സ്വയം വഞ്ചന എന്ന ശീലത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ടൂളാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യം ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരിക്കരുത്. കാരണം അത് നമ്മുടെ ഒരു ഭാഗമാണ്. പകരം ഓട്ടോ പൈലറ്റ് മോഡിൽ പ്രവർത്തിക്കുന്ന ഈ ടൂളിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലെടുക്കുക എന്നതാണ് പ്രധാനം. ഈ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളി മാറും. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കഥകൾക്ക് പകരം നമ്മൾക്ക് ഊർജം നൽകുന്ന കഥകൾ നമുക്ക് സ്വയം പറയാൻ തുടങ്ങാം. എന്നെക്കൊണ്ട് പറ്റില്ല എന്നതിന് പകരം ഞാനിത് പഠിച്ചോണ്ടിരിക്കുകയാണ്, ഞാനിത് ചെയ്യാൻ കഴിയും എന്നിങ്ങനെയുള്ള പോസിറ്റീവായ കഥകൾ നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ നിന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നാളെ നിങ്ങളുടെ സുഖപ്രദമായ നുണങ്ങൾക്ക് പകരം ഏത് അസുഖകരമായ സത്യത്തെ നേരിടാനാണ് നിങ്ങൾ തയ്യാറാവുന്നത്? കാരണം ഓർക്കുക, ആ സത്യത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്.